you to like me, don't need you to like me, don't need you to. Hello friends, welcome to Malayalam Talks. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. BY-M1 എന്ന് പറയുന്ന ലെവലിയർ മൈക്കാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൈക്കാണിത്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച മൈക്കുകളിലൊന്നാണ് BY-M1 എന്ന് പറയുന്ന ലെവലിയർ മൈക്ക്. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്ന തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ നല്ലൊരു കേസിങ്ങിലാണ്. നമുക്ക് ആ കേസിങ് ഓപ്പൺ ആക്കി നോക്കാം. കേസിങ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്നത് BY-M1ൻ്റെ കമ്പനി പാക്കിങ്ങും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ബില്ലും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് 780 രൂപയ്ക്കാണ്. അത് ബിഗ് ബില്യൺ സെയിൽ നടക്കുന്ന ടൈം ആയതുകൊണ്ട് ആ എമൗണ്ടിൽ എനിക്ക് കിട്ടി. സെയിലില്ലാത്ത ടൈമിൽ വലിയ വേരിയേഷൻസ് ഒന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. വലിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു 8 ദിവസം കൊണ്ട് പ്രോഡക്റ്റ് ഡെലിവറി ആയിട്ടുണ്ട്. BY-M1ൻ്റെ പാക്കിങ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൽ കിട്ടുന്നത് ഒരു ലെതറിൻ്റെ പൗച്ച് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലും ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബോക്സിലൊന്നുമില്ല, നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. പൗച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് മൈക്ക് തന്നെയാണ്. മൈക്കിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പാക്കിംഗ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലൊരു പൗച്ചാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മൈക്ക് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ ചെറിയ പാക്കിങ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വിൻഡ് സ്ക്രീനാണ്. ഫോമിൻ്റെ ഒരു വിൻഡ് സ്ക്രീൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറാസിലൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു പിന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മൈക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മൈക്ക് പവറപ്പ് ചെയ്യുന്ന ഒരു കേസുണ്ട്. ഇതിലാണ് നമ്മൾ ബാറ്ററി യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യാനുള്ള ബാറ്ററിയാണ് അവർ നമുക്ക് സ്പെയർ ആയിട്ട് തന്നിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് നമുക്കിത് പവറപ്പ് ചെയ്യാവുന്നതാണ്. പവറപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവേർഡ് മൈക്ക് യൂസ് ചെയ്യുന്ന ഡിവൈസുകളിൽ ബാറ്ററി യൂസ് ചെയ്ത് മൈക്കിനെ പവറപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ കേസിങ്ങിൽ ഒരു സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കത് ഓൺ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറാസിൽ ഉപയോഗിക്കാം. അപ്പം ഇത് ശരിക്കും പവറപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അതായത് ബാറ്ററി വർക്കിംഗ് ആയിരിക്കും. നമ്മൾ ഓഫ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി വർക്കിംഗ് ആയിരിക്കത്തില്ല. ഓഫ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്മാർട്ട് ഫോൺ പോലുള്ള ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നവർ എപ്പോഴും അത് ഓഫ് മോഡാണെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറാസിലും DSLRകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ബാറ്ററി ഇട്ടിട്ട് അത് ഓൺ മോഡിൽ പവർ ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് റെക്കോർഡിങ്ങിൽ കിട്ടുകയുള്ളൂ. മൈക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്മോൾ സൈസാണ്. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. വളരെ വെയിറ്റ് കുറവാണ്. നമുക്ക് ആ വിൻഡ് സ്ക്രീൻ ഇതിലൊന്ന് സെറ്റ് ചെയ്യാം. 0.5 ഗ്രാമാണ് ഈ മൈക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പവർ മൊഡ്യൂള് മാത്രം 18 ഗ്രാം ഉണ്ട്. മൈക്കിൽ നമുക്ക് ആ ലേപ്പൽ ക്ലിപ്പ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് മൈക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ലേപ്പൽ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് അവിടെ ഇരുന്നോളും. ഈ ലേപ്പൽ ക്ലിപ്പ് മെറ്റാലിക് ആണ്, പ്ലാസ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കൂടുതൽ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓവറോൾ മൈക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണെന്ന് തന്നെ പറയാം.
3.5mm ജാക്ക് ഗോൾഡൻ കളർ പ്ലേറ്റഡ് ആണ്. അത് വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ലെങ്താണ് കേബിളിന് കമ്പനി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് മൈക്ക് യൂസ് ചെയ്യാതെ മാക്സിമം ഡിസ്റ്റൻസിൽ വയർഡ് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. വയർലെസ് മൈക്കിനൊക്കെ നല്ല എമൗണ്ട് ആവും. അപ്പോൾ അത്രയും എമൗണ്ട് മുടക്കാതെ നമുക്കൊരു വയർഡ് മൈക്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ള ഷോട്ടുകളിൽ പോയി നിന്ന് സംസാരിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്ട്രാ വരുന്ന വയർ നമുക്ക് ഒരു ടൈ ഉപയോഗിച്ച് സ്ട്രാപ്പ് ചെയ്ത് വയ്ക്കാം. അത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അതിൽ ബോയ എന്നുള്ള ബ്രാൻഡിങ് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിലൊരു നല്ല മൈക്കാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ വീഡിയോ തുടങ്ങി അവസാനം വരെ കണ്ടപ്പോൾ കേട്ട വോയിസ് റെക്കോർഡിങ് ഫുള്ളും നമ്മൾ ഈ മൈക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇതിനെ ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കമ്പനി, ഒരു പ്രോഡക്റ്റ് തന്നെയാണ് BY-M1 എന്ന് പറയുന്നത് ഈ മൈക്ക്. വയർ ലെങ്ത് 6 മീറ്റർ ഉണ്ട്. അത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. വൈഡ് ഷോട്ടുകളിൽ പോയി നിന്ന് സംസാരിച്ച് റെക്കോർഡ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ പവർ അപ്പ് ചെയ്യുന്ന കേസ് മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് അതിൽ അനുഭവപ്പെടുന്നുണ്ട്. വേറെ പോരായ്മകളൊന്നും തന്നെ നമുക്ക് ഈ മൈക്കിന് പറയാനില്ല. ഔട്ട്പുട്ടൊക്കെ വളരെ വളരെ നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ കൂടി ഓർഡർ ചെയ്യാം. ഓഫർ കഴിഞ്ഞാലും ഇപ്പോൾ ബിഗ് ബില്യൺ സെയിലോ അല്ലെങ്കിൽ ആമസോണിൻ്റെ ഓഫറുകളോ കഴിഞ്ഞാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. കാര്യം ഓഫറിലൊരു വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.